ഇതോടുകൂടി നമ്മുടെ ചെനക്കത്തൂർ പൂരത്തിൻ്റെ പരിപാടികൾ ഇവിടെ അവസാനിപ്പിച്ചിട്ടോ. അപ്പം ഞങ്ങൾ തലേ ദിവസം എല്ലാവരും കൂടെ ഒന്ന് പറമ്പ് വരെ പോകാമെന്ന് വിചാരിച്ചു. ഇതന്നെയാണല്ലോ പൂരം തുടങ്ങിയപ്പോൾ മുതലുള്ള പണികൾ. അങ്ങനെ നമ്മൾ നേരെ പോയത് ആനച്ചമയം കാണാനാട്ടോ. ആനയ്ക്ക് വേണ്ടിയുള്ള ആടയാഭരണങ്ങളൊക്കെ ഒരുക്കി വെച്ച സ്ഥലമില്ലേ, അവിടെ തന്നെ. അവിടെ പോയപ്പോൾ ഇത് ആനയുടെ ഭംഗി ആനയുടെ സംഭവങ്ങളൊക്കെ നല്ല സുന്ദരമായിട്ട് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെരുപ്പൊക്കെ ഊരിയിട്ടാണ് ഉള്ളിൽ കയറിയത്. അപ്പം ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ട് ഞാൻ ആകെ അഴിച്ച് കയറാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. കുറച്ച് ദൂരെ നിന്നിട്ടാണ് കണ്ടത്. പിന്നെ നമ്മൾ നേരെ പറമ്പിലേക്കാണ് പോയത്. പോണ വഴി തന്നെ നല്ല രീതിയിൽ തിരക്കും ബ്ലോക്കും ഒക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയൊക്കെ അവിടെ എത്തി നമ്മൾ ഒരു കാളനൊക്കെ കഴിക്കാനുള്ള പ്ലാനിങ്ങിലുണ്ടായിരുന്നു. അതൊക്കെ കാളനൊക്കെ കഴിച്ച് അത് കൂടെയൊക്കെ കുട്ടികൾക്ക് ഓരോ കളിപ്പാട്ടൊക്കെ വാങ്ങി തന്നപ്പോഴേക്കും ഏകദേശം സമയം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതങ്ങനെ തന്നെയാണല്ലോ, എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് ഇപ്പം ഞങ്ങളുടെ അവസ്ഥ. എവിടെ എത്തുമ്പോഴും ഫുഡ് കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ എന്തെങ്കിലുമൊക്കെ കുറച്ച് കിട്ടിട്ടോ. അങ്ങനെ നമ്മൾ പാർക്ക് ചെയ്തിട്ട് ഇവർ ഓരോ കഥകൾ പറയുക, കളിപ്പാട്ടത്തിന് അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക, അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരെ പോയി ഫുഡൊക്കെ ഓർഡർ ചെയ്ത് അവിടെ അങ്ങനെ ഇരുന്നു. അതിന് ഓർഡർ ചെയ്യാൻ മാത്രമൊന്നുമില്ല, കാരണം ഫുഡൊക്കെ അവിടെ ഓൾമോസ്റ്റ് കഴിഞ്ഞിരുന്നു. ഞങ്ങൾക്കാകെ 2 ഷവർമയും പിന്നെ ഷവായും കുറച്ച് റൈസൊക്കെയാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഡിങ്കുവിനെ കുറച്ച് ഒരുക്കി എടുത്താൻ വേണ്ടി ഞാൻ കുറച്ച് ജീരകമുട്ടായി പ്ലേറ്റിലിട്ടിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തപ്പോൾ അവനതിന് ഓരോന്നിങ്ങനെ പെറുക്കിയിട്ട് കഴിക്കണമായിരുന്നു. പിന്നെ ഷവർമ്മയുടെയൊക്കെ അവസ്ഥ കണ്ടില്ലേ, കാരണം ഇങ്ങനെയൊക്കെ ഇവനെ വെച്ച് കഴിക്കാൻ പറ്റുള്ളൂ. കാരണം ഇല്ലെങ്കിൽ സമ്മതിക്കില്ല, കടിച്ച് കഴിക്കുമ്പോഴൊക്കെ അതായിരുന്നു അവസ്ഥ. അങ്ങനെ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിപ്പിച്ച് പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.